വളരെയധികം ഗ്യാപ്പുകൾക്ക് ശേഷം ഒരു ഒന്നൊന്നര സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലവ് ടുഡേ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ ആക്ടർ പ്രദീപ് രംഗനാഥൻ അന്യായ ടാലൻ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും മലയാളത്തിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഇപ്പോൾ ഒരു റോം കോമിലൊക്കെ ഒരുപാട് കോമഡികളൊക്കെ പുതിയ കാലങ്ങളിൽ കൊണ്ടുവരുന്ന തമിഴ് സിനിമകളാണ്. ലവ് ടുഡേ ഈ പുതിയ കാലഘട്ടത്തിൻ്റെതായ എല്ലാ രീതിയിലുള്ള സെറ്റപ്പുകളും ഉള്ളൊരു കിടിലൻ സിനിമയായിരുന്നു. അതുക്ക് മേലെ ആക്ടർ വൈസൊക്കെ പ്രദീപ് രംഗനാഥൻ്റെ ഒരു രക്ഷയില്ലാത്തൊരു ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് ഓവറാണ്. പക്ഷേ ആ രീതിയിലൊക്കെ കമൻറ്റുകൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ കുറച്ചൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങായിട്ടൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്കിത് വർത്തായിരിക്കും. കാരണം ജോളി മാളയായിട്ട് സിനിമ കണ്ടിരിക്കാം. ഏകദേശം 27 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ അങ്ങനെയാണ് പറയപ്പെടുന്നത്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ 100 കോടി അടിക്കുകയും ചെയ്യും. അശ്വത് മാരിമുത്യാണ് ഇത് സ്ക്രീൻ പ്ലേയും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഓമൈ കടോളയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ സിനിമയും ഇതുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഒരു ഫീൽ ഗുഡ് പരിപാടിയായിരുന്നെങ്കിൽ ഇതിൽ പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ ഇപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ധനുഷ് ചെയ്തിരുന്ന വേഷങ്ങൾ, അതിനുശേഷം പണ്ടത് വിജയൊക്കെ ആയിരുന്നു, അതിനുശേഷം ധനുഷ് പ്രഭുദേവ ആ ടീം വന്നിരുന്നു. അതിനുശേഷങ്ങളിൽ നമ്മുടെ ശിവകാർത്തികനൊക്കെയാണ് ഈ ടൈപ്പ് റോളുകളൊക്കെ ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടയർ 2 ചിലപ്പം ഈ പ്രദീപ് രംഗനാഥ് പറഞ്ഞൊരു ആക്ടർ വന്നു ചേരാൻ ചാൻസസ് ഉണ്ട്. കാരണം ടാലൻറ്റ് പ്യുവർലി നോ നെപ്പോട്ടിസം ഒന്നുമല്ല, ടാലൻ്റാണ് മുഖ്യം എന്നുള്ളത് ഒരു രക്ഷയില്ല കേട്ടോ. കോമഡി ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ റൊമാൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇച്ചിരി ഫണ്ണി ഉടായ്പ രീതിയിലുള്ള റോളൊക്കെ വേറെ ലെവലാക്കിയിട്ട് നടൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് നമ്മുടെ ഡ്രാഗൺ എന്നുള്ള പേര്. ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ലവ് ടുഡേയുടെ വൈബ് എങ്ങനെ കിട്ടണമേ എന്നുള്ളൊരു പരിപാടിയായിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ മറ്റൊരു സിനിമ എന്ന് വെച്ചാൽ ഗെറ്റ് സെറ്റ് ബേബി ആയിരുന്നു. ഗെറ്റ് സെറ്റ് ബേബി വേറെ മൂഡ്. ഇപ്പോൾ അതിനെ തന്നെ പല രീതിയിൽ കീറി മുറിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ പറയട്ടെ, അത്യാവശ്യം ഇമോഷനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ വളരെയധികം എനിക്ക് തോന്നുന്നു പല റിവ്യൂസും പ്ലാൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. പ്ലാൻഡ് ആയിരിക്കും, പെയ്ഡ് ആയിരിക്കും. ഗെറ്റ് സെറ്റ് ബേബിക്കൊക്കെ വളരെ മോശം ഇതുപോലെ ഇപ്പോൾ കാട്ടവരാന്നൊക്കെ പറഞ്ഞ പല കമൻറ്റ് ബോക്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ണിമുന്തിനോട്ടുള്ള ഒരു വെറുപ്പിൻ്റെ പേരിലായിരിക്കും പല ആൾക്കാരും ഈ രീതിയിൽ പറയുന്നത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് കണ്ട 2 സിനിമകളുടെ പരിപാടി ഞാൻ പറഞ്ഞത്, ഗെറ്റ് സെറ്റ് ബേബി പ്യുവർലി ഒരു ഫാമിലി ഒരു ഇമോഷനൊക്കെ വർക്കാകുന്ന ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഡ്രാഗൺ ഒരു പക്ക പ്യുവർലി കൊമേഴ്ഷ്യൽ എൻ്റർടൈൻ ചെയ്യാണ്. തിയേറ്ററിലേക്ക് പോകണോ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് കിട്ടും. കിടില സാധനം. അതിൽ അഭിനയിച്ചിരിക്കുന്ന 3 നായികമാരുണ്ട്. അതുപോലെ തന്നെ മിഷ്കിനൊക്കെ വേറെ ലെവൽ. മിഷ്കിൻ ഒരു കിടിലൻ ഡയറക്ടറാണ് നമുക്കറിയാം. പക്ഷേ മിഷ്കിൻ്റെ ഒക്കെ വേറെ ഒരു നൈസ് പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. നമ്മുടെ ലിയോയിലൊക്കെ ഉള്ള പുള്ളിയാണ്. അതുപോലെ തന്നെ കൈദിയിലൊക്കെ ഉള്ള പുള്ളിക്ക് കിടിലൻ റോള്. അദ്ദേഹമാണ് മറ്റേ പ്രദീപിൻ്റെ ഫാദറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നൈസ് സിനിമ. നല്ല ക്രൗഡ് നോക്കിയിട്ട് ഇത് നമ്മുടെ ഒപ്പീനിയനാണ്. ക്രൗഡ് നോക്കുക. ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ആൾക്കാർ ടിക്കറ്റ് വെക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു ജനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ടൈമിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ളത് നമുക്ക് 100 നമുക്ക് കിട്ടും. ഇപ്പം ഇതുപോലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകളൊക്കെ കുറച്ച് ക്രൗഡും കുറച്ച് യൂത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേറെ മൂഡിൽ നമുക്ക് കണ്ടിട്ടിരിക്കാം. ആ കയ്യടികളും അതിൽ ഓരോ തഗ്ഗുകൾ പറയുമ്പോഴുള്ള മറുപടികളും. അല്ലാതെ ഇപ്പോൾ ആരുമില്ലാത്ത തിയേറ്ററിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ പേഴ്സണലി ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടിരുന്നതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത്. കാരണം അത്രമാത്രം കൂതറ സിനിമകൾ വമ്പൻ ക്രൗഡിൻ്റെ കൂടെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പം ഒന്നുമില്ലെങ്കിൽ കൂടി ചിലപ്പോൾ വമ്പ മറക്കും. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല, കിടിലൻ പരിപാടികളുണ്ട്. സി യു.